വീഡിയോയിൽ ഞാൻ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഷേക്കും അതിനോടൊപ്പം തന്നെ ഒരു സ്നാക്സിൻ്റെ ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എടുക്കുക, അതിൻ്റെ പകുതി മതി കേട്ടോ. ആ പകുതി ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര, അത് ഇഷ്ടാനുസരണം ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 10 സ്പൂണൊക്കെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ബൂസ്റ്റ്, അത് ഞാനൊരു 3-4 സ്പൂൺ ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം കട്ടപ്പാലാണ്. അത് ഒരു പാക്കറ്റ് കട്ടപ്പാലായിട്ട് എടുത്തിരിക്കണേ. ഒരു പാക്കറ്റിലേക്കുള്ള സാധനങ്ങളാണ്. പിന്നെ ഇതെല്ലാതും കൂടിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം. ഞാനത് മിക്സിയിലിട്ട് അടിക്കേണ്ടതൊന്നും കാണിക്കുന്നില്ല, വേഗം തന്നെ പറഞ്ഞു പോകണ്ടേ, അത് കാരണം കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കടിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് കുറച്ചിങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. അപ്പോൾ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഷേക്ക്. പലർക്കും ഡ്രാഗൺ ഫ്രൂട്ട് വെറുതെ കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ ആക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അടുത്തത് നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ള ആ ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്കില്ലേ, അതുണ്ടാക്കാം കേട്ടോ. എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇതിൻ്റെ പേര് എന്താ പറയുകയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്രെഡ് പൗച്ചെന്നോ ബ്രെഡ് പോക്കറ്റ്സെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ആദ്യം നമുക്ക് അതിനാവശ്യമായിട്ട് ബ്രെഡ്, കുറച്ചധികം ബ്രെഡ് വേണം കേട്ടോ. പിന്നെ അതിലേക്ക് ഇതേ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, സബോള ഇതൊക്കെ വേണം. പിന്നെ 2 മുട്ട വേണം. പിന്നെ നമുക്കിനി ആദ്യം കാണിച്ചിട്ടുള്ള സബോള ഒഴിച്ചിട്ട്, സബോള ഇല്ലാതെ ബാക്കി എല്ലാ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസൊക്കെ കൂടിയിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു 1.5 ഗ്ലാസ് വെള്ളം, ഈ ഗ്ലാസ്സാണ് ഞാൻ ഉപയോഗിച്ചിരിക്കണേ, അതൊഴിച്ചിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിലൊക്കെ മതി. അപ്പോൾ പലർക്കും ചിലപ്പോൾ പല വേവൊക്കെ ആവൂട്ടാ, ഈ ഗ്യാസിൻ്റെയും കുക്കറിൻ്റെയൊക്കെ അനുസരിച്ച് ഒരു ഉപ്പിട്ടിട്ട് അത് വേവിക്കാം. ഇനി അടുത്ത് 2 മുട്ട, ഇത്തിരി കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ഇപ്പിടണ്ട. ഉപ്പ് നമുക്ക് നമ്മൾ പച്ചക്കറിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 5-6 ബ്രെഡ് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ടുള്ളതാട്ടോ. സാധാരണ ചിലവർ ഇത് ഒന്ന് പൊടിച്ചതിന് ശേഷം വറുത്ത് ഉപയോഗിക്കാറുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഇനി നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് ഉടച്ച് അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു സബോള ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇടാം. പിന്നെ ഈ ക്യാരറ്റും ബീൻസും ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉരുളക്കിഴങ്ങും സബോളയും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 സ്പൂണ് മുളക് പൊടി ഇട്ടാൽ മതി. എന്നുവെച്ചാൽ കുട്ടികൾക്ക് അധികം എരിവ് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണല്ലോ. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവ് അല്ലെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവോ കൂട്ടാം. പിന്നെ അതിലേക്ക് ഒരു 1/2 സ്പൂണ് ഗരം മസാല കേട്ടോ, സാധാരണ നമ്മൾ മസാല പൊടിച്ചതില്ലേ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് നമ്മൾ പച്ചക്കറിയിൽ ഉള്ള കാരണം നോക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ ഇതിവിടെ കറക്റ്റായിരുന്നു. ഇനി അത് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഈ 2 ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് പോലെ ആകെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അധികം കട്ടി വേണ്ട. അധികം കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് വറക്കുമ്പോൾ ഈ പൊട്ടിപ്പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അധികം വേണ്ട, എന്നുവെച്ചാൽ നമുക്ക് അത്യാവശ്യം ഫില്ലിങ് വേണമല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അതേപോലെ ചെയ്യാം. ഇതിങ്ങനെ പരത്തി വെച്ചതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് മുകളിലോട്ട് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതിനെ ഒരു 4 കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റിയെടുക്കാം. എനിക്ക് ഇപ്പോൾ ഈ ബ്രെഡ് വെച്ചിട്ട് ഒരു 16 ഉണ്ടാക്കാൻ പറ്റിയിട്ടാണ്, ഇതേപോലെ ഈ സ്ക്വയർ ഷേപ്പിൽ. ഇനി അതിന് ശേഷം നമുക്ക് ഈ ഓരോ ബ്രെഡിൻ്റെ പീസസും ഈ മുട്ട നമ്മൾ അടിച്ച് വെച്ചിട്ടില്ലേ അതിലോട്ട് ആക്കിയെടുത്തിട്ട് മുക്കിയെടുത്തിട്ട് ബ്രെഡിൻ്റെ ഈ പൗഡറിൽ നന്നായിട്ട് അതിനെ കോട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഈ അത്യാവശ്യത്തിന് കുറച്ചൊരു കനത്തിലാക്കി എടുത്തോട്ടാ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അങ്ങനെ ഞാൻ എല്ലാതും അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഇട്ടിട്ട്
അതിനെ വറുത്തെടുക്കാം. ഞാൻ ഓയിലാണ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ദേ വറക്ക് കഴിഞ്ഞ് ദേ സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ചൂട്ടോട് കഴിക്കാനായിട്ട് നല്ല രസമാണ്. പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. അപ്പോൾ ദേ ആരിനും ഇങ്ങനെയൊക്കെ അത് കഴിക്കാൻ റെഡി ആയിട്ട് വന്നതേ കഴിക്കേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടം, മക്കൾക്ക് എന്നല്ല വലിയവർക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും ഇടുന്ന കൂടുതൽ വീഡിയോസൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ താങ്ക് യു.